JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി എന്താണ്? നവകേരള മിഷൻ. നവകേരള മിഷനാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി. അടുത്ത് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത ആരാണ്? പി സദാശിവമാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നവകേരള മിഷന്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2016 നവംബർ 10. അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. അത് ഉദ്ഘാടനം ചെയ്തത് പി സദാശിവമാണ്. നവകേരള മിഷന്റെ ഉദ്ഘാടനം നടന്ന എന്നാണ്? 2016 നവംബർ 10. അതുപോലെ തന്നെ അടുത്ത് നവകേരള മിഷനോടനുബന്ധിച്ച് ആരംഭിച്ച വികസന പദ്ധതി ഏതാണ്? ആർദ്രം. അല്ലെ, നവകേരള മിഷനോട് സംബന്ധിച്ച് ആരംഭിച്ച വികസന പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതി ഏതാണത്? ലൈഫ്. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ലൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. അടുത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി ഏതാണത്? ഹരിത കേരളം. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് ഹരിത കേരളം. മറക്കരുത് കേട്ടോ, ഹരിത കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? പിണറായി വിജയനാണ് ഹരിത കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഹരിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8. 2016 ഡിസംബർ 8 ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയൻ. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീ പിണറായി വിജയനാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? TN സീമയായിരുന്നു ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ. അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. അപ്പോൾ ഹരിത കേരളം പദ്ധതിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ പിണറായി വിജയനാണ്. അധ്യക്ഷൻ ശ്രീ പിണറായി വിജയനായിരുന്നു. 2016 ഡിസംബർ 8 അത് ഉദ്ഘാടനം ചെയ്തത്. ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? TN സീമയായിരുന്നു. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് KJ യേശുദാസ് ആണ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായത് ആരാണ്? KJ യേശുദാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്ത ക്വസ്റ്റ്യൻ. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ. അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകള്, വിധവകള് എന്നീ പിന്നോക്കാവസ്ഥയുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അല്ലെ, വനിതകൾ,
അതുപോലെ തന്നെ അവിവാഹിതരായ അമ്മമാര്, വിവാഹമോചിതരായ വനിതകള്, വിധവകള് എന്നീ പിന്നോക്കാവസ്ഥയുള്ള വനിതകൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് പ്രായമുള്ളവർക്ക് 65 വയസ്സിന് മേലില് പ്രായമായവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രമാണ് 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത്, അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. എന്നാണ് ആരംഭിച്ചത്? 2008 നവംബർ 1-ന്. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 2008 നവംബർ 1-ന് 50,000 രൂപ ഇവിടെ അടിയന്തര ധനസഹായമായിട്ട് നൽകുന്നുണ്ട്. അടുത്ത്, വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മംഗല്യ. വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മംഗല്യ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കുവാനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. അടുത്ത ക്വസ്റ്റ്യൻ, മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കിയ 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. എന്താണ്? ചിസ് പ്ലസ്. മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സർക്കാരുകൾ സംയുക്തമായി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗനിയന്ത്രണ ബോധവൽക്കരണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം, അത് ലീപ് എന്നറിയപ്പെടുന്നു. LEAP. അടുത്ത ക്വസ്റ്റ്യൻ, അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. അഗതി പുനരധിവാസത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. അടുത്ത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 2008. 2008-ലാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. അടുത്ത്, സ്കൂൾ കുട്ടിക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ബാലമുകുളം. സ്കൂൾ കുട്ടിക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. അടുത്ത ക്വസ്റ്റ്യൻ, കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ ശേഷി വർദ്ധിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് യെസ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധന നിക്ഷേപം ലഭിക്കുന്നതിനായി
ടൈം കേരളയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. എവിടെയാണത്? കൊച്ചിയിലാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധന നിക്ഷേപം ലഭിക്കുന്നതിനായി ടൈം കേരളയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. കൊച്ചിയിലാണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി ഏതാണ്? സുതാര്യ കേരളം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടിയാണ് സുതാര്യ കേരളം. അടുത്ത് മൃതസഞ്ജീവിനി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണത്? മൃതസഞ്ജീവനി. അടുത്ത് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡർ അതും മോഹൻലാലാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡർ മോഹൻലാൽ. അടുത്ത ക്വസ്റ്റ്യൻ. 60 വയസ്സ് കഴിഞ്ഞ് കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി. 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടിയിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ അഭിമാൻ. കിസാൻ അഭിമാൻ ആണ് 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി. അടുത്ത് കിസാൻ അഭിമാൻ പ്രകാരം കർഷകർക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക എത്രയാണ്? 300 രൂപയാണ്. കിസാൻ അഭിമാൻ പ്രകാരം കർഷകർക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക. അടുത്ത ക്വസ്റ്റ്യൻ. കർഷകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കർഷകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നിർഭയ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി. ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ കുബേര. അടുത്ത ക്വസ്റ്റ്യൻ. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത. അടുത്ത ക്വസ്റ്റ്യൻ. വൃത്തിയുള്ളതും രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ്. ഏതാണ്? ഫുഡ് ഓൺ വീൽസ്. വൃത്തിയുള്ളതും രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കേരള ഗവൺമെന്റ് അടുത്തിടെ നടപ്പാക്കിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം ജില്ലാ ഭരണാധികാരികളും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. അന്നം പുണ്യം. തിരുവനന്തപുരം ജില്ലാ ഭരണാധികാരികളും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി അർഹതപ്പെട്ടവർക്ക് ആഹാരം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് അന്നം പുണ്യം. അടുത്ത ക്വസ്റ്റ്യൻ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.